Yes. So you have to match. Okay. അപ്പോൾ അവർ തന്നിരിക്കുന്നത് A 6.72, B 16.4 and C minus 0.61. Okay. അപ്പോൾ ഞാൻ ഓപ്ഷൻസ് (1A, 2B, 3C). Option B 1B, 2A, 3C. Option C 1B, 2C, 3A. Option D 1C, 2B and 3A. Okay. So question ഇതാണ്. അപ്പൊ ഇതിലെ ഓക്കെ, അത് സ്ട്രക്ചർ വരച്ചതിൽ ചെറിയൊരു അപാകതയുണ്ട്, എന്നാലും ഞാൻ പറയാം. ആക്ച്വലി 2, 4, 6, 8, 10. 2, 4, 6, 8, 10, 12, 14. ഇവിടെ ഒരു ഡബിൾ ബോണ്ടും കൂടി ഉണ്ട്. ഓക്കെ, യെസ്, ഇതാണ് സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ നമ്പർ 1ന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സ്ട്രക്ചർ നമ്പർ 1ഉം സ്ട്രക്ചർ നമ്പർ 3ഉം അനുലീൻ ആണ്. So this is aniline. This is also aniline. Aniline എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺജുഗേറ്റഡ് സൈക്ലിക് പോളീൻസിനെയാണ് നമ്മൾ അനുലീൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഇത് ഏത് അനുലീൻ ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് അല്ലെങ്കിൽ നമ്പർ ഓഫ് പൈ ഇലക്ട്രോൺസ്, കോൺജുഗേഷനിൽ പങ്കെടുക്കുന്ന പൈ ഇലക്ട്രോൺസിന്റെ എണ്ണം എടുക്കുക. 2, 4, 6, 8, 10, 12. So this is 12 aniline. ഇതോ 2, 4, 6, 8, 10, 12, 14. ദിസ് ഈസ് 14 അനുലീൻ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഉള്ളത് കൊണ്ട് ഫസ്റ്റ് വൺ ആന്റി അരോമാറ്റിക് ആണ്. ആന്റി അരോമാറ്റിക് ആണ് അല്ലേ? 12 പൈ ഇലക്ട്രോൺസ് അല്ലേ? പക്ഷെ ഇതെന്താണ്? അരോമാറ്റിക് ആണ്. ആൻഡ് ദിസ് ഈസ് നോർമൽ ഒലിഫീൻ, നോർമൽ ആൽക്കീൻ. നോർമൽ ആൽക്കീൻ, നോർമൽ ആൽക്കീൻ. അപ്പൊ നോർമൽ ആൽക്കീന്റെ റേഞ്ച് എത്രയാ? നോർമൽ ആൽക്കീന്റെ റേഞ്ച് എത്രയാ? 6.72 അല്ലേ? അതായത് 2ന്റെ വാല്യൂ എന്ന് പറയുന്നത് 6.72 ആണ് നോർമൽ ആൽക്കീൻ. പിന്നെ ഇലക്ട്രോൺ വിഡ്രോയിങ്ങും ആണ് അല്ലേ? അപ്പോ 6.72, കാരണം ഇവിടെ ഈ ഡബിൾ ബോണ്ട് കോൺജുഗേറ്റഡ് ആണ്, അപ്പൊ വാല്യൂ കുറച്ച് കയറും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാലും 6.72 നമുക്ക് എടുക്കാം. അപ്പോ 2 എന്ന് പറയുന്നത് എ ആണ്. ഓപ്ഷൻ എ കട്ട് ചെയ്യാം, ഓപ്ഷൻ സി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഒരു ഓപ്ഷൻ കിട്ടി. അപ്പൊ 1 ബിയും 3 സിയും ആണ്. അപ്പൊ എന്താണ് പ്രത്യേകത എന്ന് നോക്കിയേ. എന്താണ് പ്രത്യേകത? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അരോമാറ്റിക് പ്രോട്ടോൺസ്, അരോമാറ്റിക് അനുലീൻ സിസ്റ്റത്തിന്റെ കേസിലെ ഇന്നർ പ്രോട്ടോൺസ് എന്ന് പറയുന്നത് ഡി ഷീൽഡിങ്ങിലായിരിക്കും, അനൈസോട്രോപ്പി കാരണം. ഔട്ടർ പ്രോട്ടോൺസ് എവിടെയായിരിക്കും? ഷീൽഡിങ്ങിലായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളൂ. ആ സമയം ആന്റി അരോമാറ്റിക്കില് ഇത് ഷീൽഡിങ്ങിലായിരിക്കും. സോറി, ഞാൻ എഴുതി തെറ്റിപ്പോയി. ഇന്നർ പ്രോട്ടോൺസ് ഷീൽഡിങ്ങിലും ഔട്ടർ പ്രോട്ടോൺസ് ഡി ഷീൽഡിങ്ങിലും ആയിരിക്കും. കാരണം വാല്യൂ നോക്കി നിങ്ങൾ, എന്താ സംഭവിക്കുക? ഡി ഷീൽഡിങ്ങിൽ എന്താ സംഭവിക്കുക? ഡെൽ വാല്യൂ നല്ലോണം ഇൻക്രീസ് ചെയ്യും, ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഡെൽ വാല്യൂ ഭയങ്കരമായിട്ട് കുറയും. എത്ര ഡെൽ വാല്യൂ കിടക്കണമെന്ന് നോക്കിയേ. എത്ര ഡെൽ വാല്യൂ? 14. അനുലിന്റെ ഡെൽ വാല്യൂ എത്രയാ? ഇന്നറിന്റെ എത്രയാ? -0.61. കേട്ടോ, ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ഇന്നർ ഡി ഷീൽഡിങ്ങിലായിരിക്കും, ഔട്ടർ ഷീൽഡിങ്ങിലായിരിക്കും.
നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അനുലിൻ സിസ്റ്റത്തിലെ ഇന്നറിന്റെയും ഔട്ടറിന്റെയും. അപ്പൊ ഏത് എളുപ്പം അത് പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഏതാണ് ഓർമ്മയിൽ വെക്കാൻ എളുപ്പമെങ്കിൽ അത് പഠിച്ചു വെക്കുക. അരോമാറ്റിക് ആണെങ്കിൽ അരോമാറ്റിക് പഠിക്കുക. ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചോളൂ. രണ്ടും കൂടി പഠിച്ചാൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് മറന്നു പോകും. മറക്കല്ല, കൺഫ്യൂഷൻ വരും. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ? അനുലിൻ സിസ്റ്റത്തിന്റെ കേസിൽ അപ്പൊ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെയാണ്. നിങ്ങൾ NMR വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ, അനൈസോട്രോപി ഇഫക്റ്റിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ മിക്കവാറും ഇങ്ങനെയായിരിക്കും വരച്ചിട്ടുണ്ടായിരിക്കുക. ആണോ? അരോമാറ്റിക്, അരോമാറ്റിക് എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും ഹൈഡ്രജൻ, ഹൈഡ്രജൻ ഷീൽഡിങ്. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുത്തൂടെ? ഇത് ഓർമ്മയുണ്ടെങ്കിലേ പിന്നെ ബാക്കിയുള്ളത് ഓപ്പോസിറ്റ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് എടുക്കുക. കാരണം അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷൻ വരാ സമയത്ത്. ആ കൺഫ്യൂഷൻ വന്നാൽ അതിന്റെ ഉത്തരം ഓപ്ഷൻസിൽ ഉണ്ടാവും. അതാണ് ഭയങ്കര പ്രശ്നമായിട്ട് വരാം. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. The compound that exhibits the following spectral data in proton NMR, values ഒക്കെ അവർ നമുക്ക് തന്നിട്ടുണ്ട്. So reduce the structure. We have to reduce the structure. നമുക്ക് സ്ട്രക്ചർ elucidate ചെയ്യണം. Reduce the structure. എന്തൊക്കെ വാല്യൂസ് ആണ് അവർ നമുക്ക് തന്നിരിക്കുന്നത് നോക്കുക. പ്രോട്ടോൺ NMR വാല്യൂ 8.0, ഡബ്ലറ്റ് 1 ഹൈഡ്രജൻ 12.3 ഹെർട്സ്, 7.7 ഡബ്ലറ്റ് 2 ഹൈഡ്രജൻ 8 ഹെർട്സ്, പിന്നെ 6.8 ഡബ്ലറ്റ് 2 ഹൈഡ്രജൻ 8 ഹെർട്സ്, 5.8 ഡബ്ലറ്റ് 1 ഹൈഡ്രജൻ 12.3 ഹെർട്സ്, 3.8 സിംഗ്ലറ്റ് 3 ഹൈഡ്രജൻ, 3.0 സിംഗ്ലറ്റ് 6 ഹൈഡ്രജൻ. സോ ദാറ്റ് ഈസ് നമ്മുടെ കയ്യിൽ 1, 2, 3, 4, 5, 6. വി ഹാവ് ടോട്ടൽ 6 സിഗ്നൽസ്. 6 സിഗ്നൽസ് ഉണ്ട്. 6 സിഗ്നൽസ്. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. നമ്മുടെ കയ്യിൽ 6 സിഗ്നൽസ് ആണ് ഉള്ളത്. 6 സിഗ്നൽസ്. സോ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ നോക്കുവോ? ഓപ്ഷനെ കട്ട് ചെയ്തുകൂടെ? ഇവിടെയോ 1, 2, 2, 3, 4 അല്ല, ഒക്കെ വ്യത്യാസം വരില്ലോ അല്ലെ. 1, 2, 3, 4, 5, 6, 7, 8 അല്ലേ? അല്ലേ? ബിയും കട്ട് ചെയ്തുകൂടെ? സി നോക്കിയേ. ഇത് അത്രേ ഉള്ളൂ ശരിക്കേ. നോക്ക് നിങ്ങള്, പെട്ടെന്ന് കിട്ടും. സിയും ഡിയും തമ്മിലാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പ്രശ്നമൊന്നുമില്ല. ആർക്കെങ്കിലും ഉത്തരം എത്താൻ പറ്റുമോ നോക്ക്.
3 ഹൈഡ്രജൻ അവർ ഒരുമിച്ച് എടുത്തിരിക്കണം കേട്ടോ. അല്ല 6 ഹൈഡ്രജനെ അവിടെ നമ്മുടെ ഡൈനാമിക് പ്രോട്ടോൺ NMR എടുത്തിട്ടില്ല. ഓക്കെ, കാരണം അത് വെരി ലോ ടെമ്പറേച്ചറിലാണ് അങ്ങനെ നിൽക്കുക. സാധാരണ ടെമ്പറേച്ചറിലൊന്നും അത് നിൽക്കില്ല. സിയിലും ഡിയിലും നമ്പർ ഓഫ് സിഗ്നൽസ് സെയിം അല്ലേ? 6 അല്ലേ? യെസ്. സി ആണോ ഡി ആണോ എന്താ വരണേ? നിങ്ങള് അവിടെ നമുക്ക് കെമിക്കൽ ഷിഫ്റ്റ് തന്നെ നോക്കേണ്ടി വരും. കെമിക്കൽ ഷിഫ്റ്റിന്റെ വാല്യൂസ് തന്നെ നോക്കേണ്ടി വരും. അരോമാറ്റിക് പ്രോട്ടോൺസിന്റെ വാല്യൂ നോക്കിയേ നിങ്ങള്. അരോമാറ്റിക് പ്രോട്ടോൺസ് ഇവന്റെ വാല്യൂ നോക്കിയേ. ഇതാണ് വാല്യൂ 7.7. ഏതാ മാച്ച് ആവണേ? സെവൻ പോയിന്റ് സെവൻ. വാല്യൂ കൂടിയിരിക്കല്ലേ? നോർമൽ വാല്യൂ 7.2 അല്ലേ? 7.0 7.2 അല്ലേ? വാല്യൂ ഇൻക്രീസ് ചെയ്തിരിക്കല്ലേ? എന്താ തോന്നണേ? സി ആണോ ഡി ആണോ? സിക്സ് പോയിന്റ് എയ്റ്റ് മനസ്സിലായില്ലേ? സിക്സ് പോയിന്റ് എയ്റ്റ് ഇതാണ് OCH3 അടുത്ത് കിടക്കുന്നത്. ഏതാ വരാം? കൺഫ്യൂഷൻ എന്താ പറയുന്നത്? CO ഗ്രൂപ്പിനോട് ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് കിടക്കുന്നത് സി അല്ലേ? അല്ലേ? സി ഓക്കെ അല്ലേ? എന്താണ്? പോട്ടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്. Okay, so next question. Okay. ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ വന്ന എഴുതുക. യൂസിങ് എ ഡബിൾ ബീം UV വിസിബിൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ,
Beer's law fails for K2Cr2O7 solution when Beer's law fail ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? When. Answer ഇതാണ്, pH is not kept same in all measurements. Okay. അത് അതിന്റെ കാലിബ്രേഷനിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് K2Cr2O7. ഓക്കെ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അറിഞ്ഞില്ലെങ്കിൽ ചെയ്യരുത് കേട്ടോ. നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയാണെങ്കിൽ അറിയില്ലെങ്കിൽ തൊടരുത്. നമുക്ക് എന്താണെന്നറിയോ, നമ്മൾ ഈ UV എന്നൊക്കെ കേൾക്കുമ്പോഴേ ഇത് എവിടേക്കോ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മള് MSc പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അപ്പൊ നമുക്ക് തോന്നും എഴുതാന്നൊക്കെ തോന്നും. നമ്മുടെ മെന്റാലിറ്റി ആണ്. അത് ആദ്യമേ തന്നെ തുടച്ചു നീക്കുക. അത് വേണ്ട. അറിയില്ല, എനിക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്, വിട്ട് കളയാം കേട്ടോ. എപ്പോഴും പറയും ജീവിതത്തിൽ നോ എന്ന് പറയാൻ പഠിക്കണം എന്ന് പറയും അല്ലേ. Mass spectrum of a compound shows M+2 ion peak that is about 4% of M. നമ്മൾ നേരത്തെ കണ്ടതല്ലേ, ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, M+4 4% ആരുടെ പ്രസൻസ് ആണ്? ആരുടെ പ്രസൻസ്? ഫ്ലൂറിൻ ഇല്ല, ഐസോടോപിക് പീക്ക്. ബ്രോമിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈക്വൽ ഇന്റൻസിറ്റി ആണ്. ക്ലോറിൻ എന്ന് പറയുമ്പോൾ 3:1 ആണ്, 75-25 ആണ് അല്ലേ. ആരുടെ പ്രസൻസാ? സൾഫർ കേട്ടാ, സൾഫർ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇത് ഒരു ഇതിൽ വന്നിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യനിൽ, നമ്മളൊരു സ്ട്രക്ചറൽ എലൂസിഡേഷന്റെ ഒരു ക്വസ്റ്റ്യനിൽ വന്നിരുന്നു സൾഫറിന്റെ. അടുത്ത ചോദ്യം, number of signals observed in C13 NMR spectrum of the following compound is? Number of signals observed C13 NMR spectrum of the following compound is? എത്ര? സെറ്റിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, അപ്പൊ ധൈര്യമായിട്ട് എഴുതിക്കോ കേട്ടോ, ധൈര്യമായിട്ട് എഴുതിക്കോ. ഞാൻ സെറ്റ് അല്ല, നമുക്ക് PSCയുടെ പരീക്ഷയുണ്ട്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പൊ അത് നെറ്റിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് കേട്ടോ. നമ്മുടെ റാങ്ക് അത്രയും താന്നു പോകും. സോ എത്ര NMR സിഗ്നൽസ് ഉണ്ടെന്ന്? എത്ര എണ്ണം ഉണ്ടായിരിക്കും? ഈ 2 എണ്ണം ഒരു സിഗ്നൽ തരും, ഇതും ഒരു സിഗ്നൽ തരും, ഇത് ഒരെണ്ണം, ഇത് ഒരെണ്ണം, ഇതൊരെണ്ണം അല്ലേ. ഇവിടെ CH2, ഇതും ഒരെണ്ണം തരണമെന്ന് തോന്നുന്നു അല്ലേ. ഒന്ന്, 2, 3, 4, 5. ഇവിടെ ഒരെണ്ണം വരില്ലേ, വേറെ F വരില്ലേ, ഇവിടെ വേറെ ഇല്ലത്. അപ്പൊ 1, 2, 3, 4, 5, 6. 1 A B C D E F. ഓക്കെ, 6 എണ്ണം. 6 6 എണ്ണം. ഓക്കെ, 6. C30 ആണ് ചോദ്യം. പ്രോട്ടോൺ അല്ലേ, C13 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമ്പൗണ്ട് ഡാറ്റാസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്, ഓപ്ഷൻസ് തരാം. സോ യു ഹാവ് ടു ഡെഡ്യൂസ് ദ സ്ട്രക്ചർ. A B C B C D പുറത്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അവരെന്തൊക്കെ തന്നിട്ടുണ്ട്? 7.9 2 hydrogen doublet 8 Hertz, 6.6 2 hydrogen doublet
8 hertz, 4.32 hydrogen quartet 6 hertz, 4.0 singlet D2O, 1.4 triplet, 1.4 എത്ര ഹൈഡ്രജനാ 3 ഹൈഡ്രജൻ ട്രിപ്ലറ്റ് 6 ഹെർട്സ്. പ്രോട്ടോൺ NMR മാസ് അവിടെ കിടന്നോട്ടെ. അപ്പൊ മാസ് NMR തന്നെ മതിയല്ലോ. 1 2 3 4 5 5 സിഗ്നലാണ് നമുക്ക് തരുന്നത്. 5 സിഗ്നൽസ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 6 7 പോയില്ലേ? 1 2 3 4 5 6 7 അതും പോയി. അപ്പൊ എയും ബിയും തമ്മിലാണ് കോമ്പറ്റീഷൻ. കണ്ടുപിടിക്കോ എ ആണോ ബി ആണോ എന്ന്? കണ്ടുപിടിക്കുക ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തായാലും നമുക്ക് NH2 രണ്ട് സ്ഥലത്തുണ്ട്. IR തന്നെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ് അല്ലേ? OCH2 CH3 C ഡബിൾ ബോണ്ട് O CH2 CH3 ആണ്. യെസ്. ഒന്ന് ഡയറക്ട്ലി കണക്റ്റഡ് ടു എസ്റ്റർ, ഒന്ന് ഡയറക്ട്ലി കണക്റ്റഡ് ടു അമൈഡ്. അപ്പൊ നമ്മള് ദൈവനെ പിടിക്കുക. ഈ വാല്യൂ നോക്കുക, NMR ഡാറ്റ വെച്ച് കിട്ടുമോ നോക്ക്. ഈ ഡാറ്റ നോക്കുക. 7.9. പിന്നെ നമുക്ക് ആവശ്യം വരാം ഇത് 6.6. പിന്നെ ഇത് രണ്ടും CH2 CH3 ആണ്. 4.3 കിടക്കുന്നത്. 4.3 നമ്മൾ സാധാരണ കാണാറുള്ളത് 3.8 കാണാറ്. ഇത് നേരെ 4.3 കിടക്കണേ. ഏകദേശം A അല്ലേ വരാം അല്ലേ? മാച്ച് ആവണത് കൂടുതൽ എക്കല്ലേ? ബെൽ വാല്യൂസ് A. മാസ് നോക്കാട്ടോ. മാസിന്റെ ഫ്രാഗ്മെന്റേഷൻ ഒക്കെ നമുക്ക് നോക്കാം. പക്ഷെ മാസിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാസ് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. സാധാരണഗതിയിൽ എസ്റ്റർ ഒക്കെ ആണെങ്കിലേ RC ഡബിൾ ബോണ്ട് OR. അപ്പൊ ഇത് അയോണൈസ് ചെയ്ത് OR ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്ത് പോകും. അതാണ് സംഭവിക്കുക. പക്ഷെ വേണ്ട, വിട്. പിന്നെ നമുക്ക് നോക്കാം ഫ്രാഗ്മെന്റേഷൻ. മോളിക്കുലർ അയോൺ പീക്ക് ഫോം ചെയ്തിട്ട് ആ ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്ത് പോകും. അതാണ് സംഭവിക്കുക. OR ഗ്രൂപ്പ് ബ്രേക്ക് ചെയ്ത് പോകും. അപ്പൊ അതിലൊരു വാല്യൂ നമുക്ക് കിട്ടേണ്ടത് 120 ആയിരിക്കും. വിട്, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് പ്രോട്ടോൺ മതി. പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഉറപ്പിച്ച് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. IR കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ചും കൂടി എളുപ്പമായി, അത്രേ ഉള്ളൂ. പോട്ടെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് മാസ് ഫ്രാഗ്മെന്റേഷൻ പറയണം. ഫ്രാഗ്മെന്റേഷൻ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
Okay, so next question. Match the following. Match the following. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതിലേക്ക് അവർ എച്ച് പ്ലസ് ആഡ് ചെയ്തിരിക്കുക. എച്ച് പ്ലസ്. അപ്പൊ എച്ച് പ്ലസ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് ഹോമോ അരോമാറ്റിക് ആയിട്ട് മാറും. ഹോമോ അരോമാറ്റിക്. സോ അവര് മാച്ച് ദ ഫോളോയിങ് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത് ഹോമോ അരോമാറ്റിക് ആയിട്ട് മാറി. അപ്പോ നിങ്ങൾക്ക് അറിയാലോ നോർമലി എന്താ സംഭവിക്കുക എന്നുള്ളത്. നോർമലി ഇത് ഒലിഫീൻ റേഞ്ചിലാണ് കിടക്കേണ്ടത്. ഇത് ഒലിഫീൻ റേഞ്ചിലായിരിക്കും. അപ്പൊ അതിൽ നിന്ന് അനൈസോട്രോപിക് ഇഫക്റ്റ് കാരണം, അല്ലെ, അനൈസോട്രോപിക് ഇഫക്റ്റ് കാരണം അത് ഹോമോ അരോമാറ്റിക് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ ഇതിന് മുന്നേ ഒരു ചോദ്യം പറഞ്ഞിരുന്നു. ഈ രണ്ട് പ്രോട്ടോൺസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് നമുക്ക് കൂടുതൽ ഈ ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതില് എച്ച് പി എച്ച് എ സിൻ ഞാൻ ഒരു അന്ന് പറഞ്ഞിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. സിന്നിന്റെയും ആന്റിയുടെയും ഇല്ലില്ലേ വാല്യൂ പറഞ്ഞിരുന്നില്ലേ? സിന്ന് വരുമ്പോ ഡെൽ വാല്യൂ എന്താ പറഞ്ഞിരുന്നേ? കുറയും. ആന്റി വരുമ്പോ അത് പുറത്തേക്ക് നിൽക്കുകയാണെങ്കിൽ ഡെൽ വാല്യൂ കൂടും പറഞ്ഞിരുന്നില്ലേ? നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇതിൽ എച്ച് ബി ആണ് ശരിക്കും ഇൻവേർഡ് നിൽക്കണേ, എച്ച് എ ഔട്ട്വേർഡ് ആണ് നിൽക്കണേ. അപ്പൊ ഇതില് അരോമാറ്റിക് റീജിയൻ, അതായത് നോർമൽ ഒലിഫീനിൽ നിന്ന് വിട്ടു നിൽക്കുന്ന റീജിയൻസ് ഇവന്മാരാണ്, അല്ലേ? കുറച്ച് കയറി നിൽക്കുന്നത് 6.4ഉം 8.5ഉം. അത് എന്താണെങ്കിലും ഇവര് H1, H7, H2, H3, H4, H5, H6 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ എച്ച് എ ഏതായിരിക്കും? എച്ച് എ വിൽ ബി 5.1, എച്ച് എ വിൽ ബി 5.1, എച്ച് ബി വിൽ ബി -0.3. നിങ്ങൾ അവന്മാരെ ആദ്യം പിടിച്ചേ. അതായത് പി 5.1 ആവണം, P2 വരണം. അപ്പൊ P2 വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്. Q1 വരണം. അപ്പോ വി ക്യാൻ ടേക്ക് ഓപ്ഷൻ എ ആസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, ചില ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റണം എന്നില്ല, എന്നാലും നമുക്ക് ആ ചില ക്ലൂയിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലോട്ട് വരാനായിട്ട് പറ്റും. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അത് ഇവിടെ നോക്കിയാൽ മതി സിസ്റ്റത്തിന്റെ. അതായത് ഈ അൺസാച്ചുറേറ്റഡ്, ഇപ്പൊ എച്ച് ഔട്ട്വേർഡ് അല്ല നിൽക്കണേ.
ഇത് ഇൻവേർഡ് ആണ്, അങ്ങനെ നോക്കിയാൽ മതി. ഒരു സ്ട്രക്ചർ അങ്ങനെ വരച്ചിട്ട് തരുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. Next one. Partial spectroscopic data is given below for the compound. Reduce the structure. ഫുൾ ഡാറ്റ ഒന്നും അവർ നമുക്ക് തന്നിട്ടില്ല, എന്നാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അവർ പറയണേ. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഈസി ആയിട്ട് കണ്ടുപിടിക്കാമല്ലോ അല്ലേ? ഏതായിരിക്കും നോക്കി. ഫുൾ ഡാറ്റ ഒന്നും ഇല്ല, അപ്പൊ ഏതെങ്കിലും ഒരു ക്ലൂ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, അതാണ് അവർ പറയണത്. കണ്ടുപിടിച്ചത് നിങ്ങള് IR നോക്കിയേ. 1724 1724 വരണമെങ്കിൽ ഓപ്ഷൻ എയില് 1750 അടുത്തല്ലേ വരാ അല്ലേ? ഓപ്ഷൻ ബി കുറയും, 1724 25 അടുത്തൊക്കെ വരും. ഇത് കീറ്റോൺ ആണ്, അപ്പൊ 1715 വരാം അല്ലെ, അവിടെ എന്നാ വരാം. പിന്നെ ഇത് ഈ എസ്റ്റർ കൂടാണോ ചെയ്യുള്ളൂ, 1770 അടുത്തൊക്കെ വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി. അവര് IR മനഃപൂർവ്വം മൂന്നാമത് തന്നിരിക്കണതാ. കാരണം നമ്മൾ ആദ്യം ഇതൊക്കെ നോക്കും, ചിലപ്പോ നമ്മൾ ശരിക്ക് നമുക്ക് ഏറ്റവും എളുപ്പമുള്ള സ്പെക്ട്രം നമ്മൾ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. അവർ മൂന്നാമത് തരാൻ കാരണം ഒരു സൈക്കോളജിയാണ് അതിൻ്റെ അകത്ത്. വെറുതെ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ വായിച്ചിരിക്കും ചിലപ്പോ. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് പ്രോട്ടോൺ NMR സിഗ്നൽസ് ഒബ്സർവ്ഡ് ഇൻ ദ ഫോളോയിങ് കോമ്പോ. നിങ്ങൾ തന്നെ വേഗം ചെയ്ത് നോക്കട്ടെ. ഞാൻ കുറച്ചുകൂടെ എൻലാർജ് ചെയ്യാം. കിട്ടിയോ? എല്ലാവർക്കും ബി കിട്ടിയോ? ബി ആണ് ഉത്തരം. ഓക്കെ ആണ്, കറക്റ്റ് ആണ്. വെരി ഗുഡ്. ഓക്കെ,
Okay. So next question. Theoretical IR എന്നാണ്, പക്ഷെ ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. The frequency of OH stretch occurs at 3600 centimeter inverse. The frequency of OD എത്രയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ റിലേഷൻഷിപ്പ് എടുക്കേണ്ടി വരും അല്ലേ. ഫ്രീക്വൻസിയുടെ ഫോർമുല എന്താ? 1/2πc into √k divided by mu. അപ്പൊ നമുക്ക് വേണ്ടത് ഫ്രീക്വൻസിയും മ്യൂവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. മ്യൂ എന്ന് പറയുന്നത് എന്താ? റെഡ്യൂസ്ഡ് മാസ് ആണ് അല്ലേ. മ്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസ് ആണ്. അപ്പോ ന്യൂ OH divided by nu OD is equal to root of mu OD divided by mu OH. ഇന്നെടുത്തൂടെ? OHന്റെ വാല്യൂ അവർക്ക് നമുക്ക് തന്നിട്ടുണ്ട്, 3600 ഡിവൈഡഡ് ബൈ എക്സ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് reduced mass. M1 M2 divided by M1 plus M2 അല്ലേ വരാ? മ്യൂയുടെ ഫോർമുല mu is equal to M1 M2 divided by M1 plus M2. അപ്പൊ mu of OD is equal to 16 into 1 അല്ലെ 2 അല്ലേ, divided by 16 plus 2. Mu of OH is equal to 16 into 1 divided by 16 plus 1. അപ്പോ 16 into 2 divided by 16 plus 2 divided by 16 into 1 divided by 16 plus 1. So that is 3600 divided by x is equal to root of 16 into 2 divided by 16 plus 2 into 16 plus 1 divided by 16 into 1. So you find out the x. X കണ്ടുപിടിക്കണം. ഇതന്നെ ചോദിച്ചിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് OHOD 2 തവണ 3 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ടെക്സ്റ്റിലുള്ള ചോദ്യ ഞങ്ങൾ അതിൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുക. എക്സ് കണ്ടുപിടിക്കുക, യു വിൽ ഗെറ്റ് 2600 കേട്ടോ. വാല്യൂ കുറയല്ലേ ചെയ്യാ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ റെഡ്യൂസ്ഡ് മാസ്. കേട്ടോ, വാല്യൂ ഡിക്രീസ് ചെയ്യും, പക്ഷെ എല്ലാ വാല്യൂം കുറവാണ് അവർ തന്നിരിക്കുന്നത്.
പിന്നെ 1800 900 ഒന്നും ആവില്ല, അത്രയും കുറയില്ല. 3000 2600 അതിലാണ് നമുക്കൊരു കൺഫ്യൂഷൻ വരുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തേ നോക്കട്ടെ. IR ഒക്കെ അവർ തന്നിട്ടുണ്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ട്. C13 ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. പ്രോട്ടോൺ IR വെച്ചിട്ട് തന്നെ ഉത്തരത്തിലോട്ട് വരാം. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഓക്കെ, എന്നാ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഒന്നും പറയണില്ല. കീപ്പിംഗ് സൈലൻസ്. നിങ്ങൾ ഉത്തരം പറഞ്ഞതാണോ? അത് നേരത്തെ ഉത്തരമാണോ? ശരിക്കും നോക്കിയേ. 1690 ആട്ട വാല്യൂ 1690 ആണ്. 1690 1690 എസ്റ്റർ വരില്ലല്ലോ. കാരണം എസ്റ്റർ 1750 അല്ലേ. 1750 ഒരിക്കലും 1690 ആവില്ലല്ലോ. കീറ്റോൺ അല്ലേ വരാ. സി അല്ലേ? നോക്കിയേ, സി. ആ ഓക്കെ, എനിക്ക് തോന്നി ചെറിയൊരു പെട്ടെന്ന് സ്പീഡിൽ എഴുതിയപ്പോ പറ്റിയതായിരിക്കും. തെറ്റിയാലൊന്നും പ്രശ്നമില്ല, മനസ്സിലായാൽ മതി. പരീക്ഷയ്ക്ക് തെറ്റിക്കരുത്, അത്രയേ ഉള്ളൂ. ഇപ്പൊക്കെ തെറ്റിയ എന്താ സംഭവം? ഒരു പ്രശ്നമില്ല. ഇപ്പൊക്കെ തെറ്റണം. ഞാൻ എപ്പോഴും പിള്ളേരുടെ അടുത്ത് പറയും ഇപ്പൊ തെറ്റണം എന്ന്. പക്ഷെ ആർക്കും സമ്മതിച്ചു തരാൻ പറ്റില്ല. എന്നിട്ട് പരീക്ഷയ്ക്ക് കൊണ്ടുപോയി തെറ്റിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. എനിക്ക് അത് മനസ്സിലാവാത്ത. അടുത്ത ചോദ്യം. ദ നാച്ചുറൽ പ്രൊഡക്റ്റ് ദാറ്റ് ഗിവ്സ് എ സിഗ്നൽ അറ്റ് 218 ppm in its C13 NMR സ്പെക്ട്രം. അടിപൊളി. ഓക്കെ, പക്ഷെ ഈ ചോദ്യം ഉണ്ടല്ലോ, ഇത് ചുമ്മാ, ഇത് ശരിക്കും പറഞ്ഞാലേ C13-ക്കാൾ ഉപരിയായിട്ട് നാച്ചുറൽ പ്രൊഡക്റ്റിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അല്ലാതെ C13 218 ആണ് അവര് പറഞ്ഞിരിക്കുന്ന വാല്യൂ, 218 ppm എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതിനായിരിക്കും ആ 218 വരുന്നതെന്നുള്ളതാണ്. അപ്പോ നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ, ഇപ്പോ ആൽഫ പൈനീന്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടതാണല്ലേ. ആൽഫ പൈനീന്റെ സ്ട്രക്ചർ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അറിയാം, അതിന്റെ അകത്ത് ആൽക്കീൻ അല്ലേ ഗ്രൂപ്പ്. ഓക്കെ, സ്ട്രക്ചർ അല്ലേ, നമ്മൾ ആൽഫ പൈനീൻ ആൽക്കീൻ അല്ലേ ഗ്രൂപ്പ്. ആൽക്കീന്റെ വാല്യൂ 218 ഒന്നും വരില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ചാർട്ട്. 218 ഒന്നും വരില്ല. ആൽക്കീൻ ഒന്നും 218 വരില്ല. പിന്നെ അപ്പൊ അത് പോയി, ആൽഫ പൈനീൻ പോയി. ക്യാംഫർ
ക്യാംഫറിന്റെ പ്രത്യേകത ക്യാംഫർ കീറ്റോൺ ആണ്. ക്യാംഫർ കീറ്റോൺ ആണ്. കീറ്റോണിന്റെ വാല്യൂ ശരിക്കും 218 218 വളരെ കൂടുതലാണ്. ഹയർ ദാൻ 280. ക്യാംഫർ അല്ല. ജെറാനിയോള് ആൽക്കഹോൾ അല്ലേ? ജെറാനിയോൾ ആൽക്കഹോൾ അല്ലേ? ഞാൻ ഈ സ്ട്രക്ചർ എനിക്കിത് അറിയൊന്നുമില്ല കേട്ടോ, ഞാൻ നോക്കി വരയ്ക്കുന്നതാണ്. ഞാൻ ഇപ്പോഴും തന്നെ പറയാം. പക്ഷെ ഇതിന്റെ പ്രത്യേകത ഇത്രേ ഉള്ളൂ, എനിക്കിത് എന്താണെന്ന് അറിയാം, അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താണെന്ന് അറിയാം കേട്ടോ. ആൽക്കഹോൾ, ആൽക്കീനും ആൽക്കഹോളും ആണ്. ഒരിക്കലും 218 വരില്ല. എനിക്ക് കാർബൺ അറിയില്ല നോർമലി, പക്ഷെ എനിക്ക് ബാക്കി ABC അറിയാം. അപ്പോ ഞാൻ അസ്യൂം ചെയ്യുന്ന ആൻസർ കാർബൺ ആണ്. കാർബണിന്റെ സ്ട്രക്ചർ ഞാൻ പറയാം. കാർബൺ നമ്മൾ അങ്ങനെ എന്താ പറയാ, നമ്മൾ കാണുന്നത് ഇത് ടെർപീനിൽ വരുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ട്രക്ചർ. സോ ദിസ് ഈസ് കാർബൺ. സോ കാർബണിൽ കീറ്റോൺ ആണ്. പക്ഷെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാലേ, ദിസ് ഈസ് കോൺജുഗേറ്റഡ് കീറ്റോൺ. അപ്പൊ കോൺജുഗേറ്റഡ് കീറ്റോൺ വരുന്ന സമയത്ത്, ഇലക്ട്രോൺ ഫ്ലോ വരുന്ന സമയത്ത് ആ കീറ്റോണിന്റെ ഡെൽ വാല്യൂ കുറച്ച് കുറയും. അതുകൊണ്ടാണ് അത് 218 വരുന്നത് കേട്ടോ. 218 അറിയാമെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിടുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരാണെങ്കിൽ നിങ്ങൾ എഴുതുക, അത്രേ പറയാനുള്ളൂ. ചില ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ എല്ലാത്തിന്റെയും സ്ട്രക്ചറും പഠിച്ചൊന്നും നമുക്ക് പോകാൻ പറ്റൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും നിങ്ങൾക്ക് അതിൽ നിന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കളഞ്ഞ് ഉത്തരത്തിലോട്ട് വരാൻ പറ്റും. നമുക്ക് ആൻസർ അതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാമെന്നുള്ളതും, രണ്ടാമത്തത് നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ ബാക്കി 3 വരികയില്ല എന്നുള്ള ഒരു അസംഷനും, അത് രണ്ടും സെയിം ആണ്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് വരാം. ഉത്തരത്തിലോട്ട് വരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ ആണോ? ആൻസർ കാർബൺ ആണ്. അടുത്ത ചോദ്യം സിമ്പിൾ. The correct order of carbonyl stretching frequency of the given compound. The correct order of carbonyl stretching frequency of the given compound. നോക്കട്ടെ. The correct order of carbonyl stretching frequency of the given compounds. ഏറ്റവും കുറവ് ആർക്കായിരിക്കാനാണ് സാധ്യത? അവൻ ആദ്യം പിടിച്ചേ. ഏറ്റവും കുറവ് സിക്കല്ലേ, നോർമൽ കീറ്റോണിന്. ഓപ്ഷൻ ബി കട്ടായി, ഓപ്ഷൻ സി കട്ടായി. ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? എക്ക് ആയിരിക്കോ ബിക്ക് ആയിരിക്കോ? എന്ത് തോന്നുന്നു? ഏറ്റവും കൂടുതൽ കാർബോണിൽ ഫ്രീക്വൻസി എക്ക് ആയിരിക്കോ ബിക്ക് ആയിരിക്കോ? ബി എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസ്ഡ് ആണ് അല്ലേ? sp ഹൈബ്രിഡൈസ്ഡിന്റെ വാല്യൂ എന്തായിരിക്കും? സി ട്രിപ്പിൾ ബോണ്ട് സി ട്രിപ്പിൾ ബോണ്ട് എൻ, സി ഡബിൾ ബോണ്ട് സി എന്തായിരിക്കും വാല്യൂ? വളരെ കൂടുതലല്ലേ? ബോണ്ട് സ്ട്രെങ്ത് ഒക്കെ കൂടുതലല്ലേ അല്ലേ? sp കൂടുതലല്ലേ വാല്യൂ? 2200 അടുത്തൊക്കെ അല്ലേ വരുന്ന വാല്യൂ? 2200 2300 ആ റേഞ്ചിലൊക്കെ അല്ലേ വരാം. അപ്പൊ ആൻസർ ഏതായിരിക്കും? BAC കേട്ടോ, BAC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രൈ ബൈ യുവർ സെൽഫ്. നിങ്ങൾ ട്രൈ ചെയ്യാനൊന്നും പറയില്ല. ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം.
അവർ കുറച്ച് ഡാറ്റ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. യു ഹാവ് ടു റെഡ്യൂസ് ദ സ്ട്രക്ചർ. കാണുന്നുണ്ടല്ലോ അല്ലെ? IR-ന്റെ വാല്യൂ അവർ നമുക്ക് തന്നിട്ടുണ്ട്, പ്രോട്ടോൺ NMR തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. മാസ് അവിടെ കിടക്കട്ടെ, ബാക്കിയുള്ള IR-ഉം NMR-ഉം വെച്ച് നിങ്ങൾ ഉത്തരത്തിലോട്ട് വരാൻ പറ്റുമെന്ന് നോക്കി. അവര് J വാല്യൂ നമുക്ക് തന്നില്ല. J വാല്യൂ തന്നെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്പ് ആയേനെ. പക്ഷെ അവർ മനഃപൂർവ്വം തരാതിരുന്നതാണ് J വാല്യൂ. J വാല്യൂ തന്നാൽ നമുക്കത് ട്രാൻസ് ആൽക്കീനാണ്. അപ്പൊ പിന്നെ വേണ്ട, കുഴപ്പമില്ല. ആൻസർ കമന്റ് ചെയ്തോളൂ. IR-ന്റെ വാല്യൂ നോക്കുക, നമ്പർ ഓഫ് സിഗ്നൽസ് നോക്കുക, ഉത്തരം കിട്ടും. സ്പ്ലിറ്റിംഗ് അവർ തന്ന് സ്പ്ലിറ്റിംഗ് ഉണ്ടല്ലേ? സ്പ്ലിറ്റിംഗ് ഉണ്ട്, സെക്സ്റ്ററ്റ്, ഡബിളറ്റ് എന്നൊക്കെ പറഞ്ഞ് സ്പ്ലിറ്റിംഗ് ഉണ്ട്. .9 3 ഹൈഡ്രജൻ ഇവിടെ എഴുതാം. ട്രിപ്ലറ്റ് 1.6 2 ഹൈഡ്രജൻ സെക്സ്റ്ററ്റ്. പിന്നെ 2.3 2 ഹൈഡ്രജൻ ട്രിപ്ലറ്റ്, 4.6 2 ഹൈഡ്രജൻ ഡബ്ലറ്റ്, 5.2 1 ഹൈഡ്രജൻ ഡബ്ലറ്റ്. 5.2 ഒക്കെ ഒരു ഫീനായിരിക്കും. 5.4 ഒക്കെ 5.4 1 ഹൈഡ്രജൻ ഡബ്ലറ്റ്, 5.9 1 ഹൈഡ്രജൻ മൾട്ടിപ്ലറ്റ്, നമുക്ക് സിഗ്നൽസ് നോക്കാം. സിഗ്നൽസ് 1 2 3 4 5 6 7. 1 2 3 4 5 6 7. 1740 ഇതൊക്കെ 1740 നോർമൽ എസ്റ്റർ ആണ്. എ സാധ്യതയുണ്ട്. 1 2 3 4 5 6 6 ബി പോയി. 1 2 3 4 5 6 7 അവിടെ 7 ഉണ്ട്.
1 2 3 4 5 6 അത് പോയി. സോ എയും സിയും തമ്മിലാണ് കോമ്പറ്റീഷൻ വരുന്നത്. ഈ ലാസ്റ്റത്തെ എഫും ജിയും വരാനുള്ള കാരണം ആർക്കെങ്കിലും അറിയോ? എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് സിഗ്നലും ഇവിടെ രണ്ട് സിഗ്നലും വന്ന്? ഡയാസ്റ്റീരിയോടോപ്പിക് പ്രോട്ടോൺസ് ആയതുകൊണ്ട് കേട്ടോ. മനസ്സിലായോ? അപ്പൊ ഇതൊരു ഡബിൾ ബോണ്ട് സിസ്റ്റം ആണ്. ഈ ഡബിൾ ബോണ്ട് സിസ്റ്റത്തിൽ നോക്ക്, ഈ ഡബിൾ ബോണ്ട് സിസ്റ്റത്തിൽ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ ആണെങ്കിൽ എല്ലാ ഹൈഡ്രജനും നമുക്ക് ഒരേ സിഗ്നലാണ് തരിക. ഇതിലൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് നമ്മളൊരു ഫ്ലൂറിൻ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഹൈഡ്രജന് ഫ്ലൂറിൻ ട്രാൻസ് ആണ്, ഈ ഹൈഡ്രജന് ഫ്ലൂറിൻ സിസ് ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ടോട്ടൽ 3 സിഗ്നൽ കിട്ടും. ക്ലിയർ ആണോ? അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പ്രോട്ടോൺസ് ഡയാസ്റ്റീരിയോടോപ്പിക് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ആ സമയം ഇപ്പോ ഇവിടെ രണ്ട് സ്ഥലത്ത് ഫ്ലൂറിനാന്ന് വിചാരിക്കുക. ഇവിടെയും ഫ്ലൂറിനാണ്, ഇവിടെയും ഫ്ലൂറിനാണെങ്കിൽ അത് ഡയാസ്റ്റീരിയോടോപ്പിക് അല്ല. നിങ്ങൾക്ക് ഒരു സിഗ്നൽ തന്നെ കിട്ടുള്ളൂ. ഇത് എന്തുകൊണ്ട് ഡയാസ്റ്റീരിയോടോപ്പിക് ആയെന്ന് മനസ്സിലായില്ലേ? ദിസ് ഹൈഡ്രജൻ ഈസ് ട്രാൻസ് ടു ഫ്ലൂറിൻ, ദിസ് ഹൈഡ്രജൻ ഈസ് സിസ് ടു ഫ്ലൂറിൻ. അതുകൊണ്ട് കേട്ടോ, അതാണ് അവിടെ എയിലും സിയിലും നമുക്ക് ഡബിൾ ബോണ്ടിന്റെ ടെർമിനൽ ഡബിൾ ബോണ്ടിൽ നമുക്ക് രണ്ട് സിഗ്നൽ കിട്ടിയത്. ഇനി നമ്മൾ വാല്യൂസ് നമ്മൾ നോക്കണം. വാല്യൂസ് നോക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് നോക്കുക. നമ്മളെ സ്പ്ലിറ്റിംഗ് ഒക്കെ നോക്കി 2 ഹൈഡ്രജന്റെ സ്പ്ലിറ്റിംഗ് വാല്യൂസ് മാച്ചായി വരാൻ സാധ്യത എക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? കാരണം 2 ഹൈഡ്രജൻ ആൽക്കീൻ ആയിട്ടുള്ള സ്പ്ലിറ്റിംഗ് എക്കാണ്. നമ്മൾ നോക്കി എ അല്ലേ? ചെക്ക് ചെയ്തോളൂ കേട്ടോ. നമ്മളെ വാല്യൂസ് ഒക്കെ ഒന്ന് നോക്ക്. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്ന 3 ഹൈഡ്രജന്റെ വാല്യൂ ഇത് 0.9 ആയിരിക്കും. 3 ഹൈഡ്രജൻ ട്രിപ്ലറ്റ് ബി സ്പ്ലിറ്റ് ചെയ്യും. ഇത് 1.6 ആയിരിക്കും. അത് സെക്സ്റ്ററ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എയും സിയും സ്പ്ലിറ്റ് ചെയ്യും. ഇത് 2.3 ആൽഫ ടു സിഒ ഗ്രൂപ്പ്. ഇത് 4.6 അത് ഡബ്ലറ്റ് ഈ സ്പ്ലിറ്റ് ചെയ്യും. പിന്നെ ഇത് 5.9 ഇവര് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. 5.4ഉം 5.2ഉം ചെക്ക് ചെയ്യട്ടോ. എ ആണ് ആൻസർ വരിക. എയും സിയും തമ്മിലാണ് ചെറിയൊരു കൺഫ്യൂഷൻ വരുള്ളൂ. അതൊന്ന് നോക്കിയിട്ട് ഉത്തരത്തിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയില്ലേ ചെയ്യാനായിട്ട് സ്പെക്ട്രം? ചില ക്വസ്റ്റ്യൻസ് ചെറിയ ടഫ്നെസ് ഉണ്ടാവും കേട്ടോ, എന്നാലും അത് പ്രാക്ടീസ് കൂടെ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.